ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മസാല ഇഡ്ഡലിയാണ്. അപ്പോൾ മസാല ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മസാല ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഇഡ്ഡലിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചെറിയ ഇഡ്ഡലിയാണ്, അതുകൊണ്ട് ഇത് 4 ആയിട്ടാണ് ഞാൻ മുറിക്കുന്നത്. അപ്പോൾ 10 ഇഡ്ഡലിയും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അടുത്തതായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ സൈസ് സവാളയാണ്. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് ചെറുതായി ചോപ്പ് ചെയ്യാം. അടുത്തതായി ക്യാപ്സിക്കം ആണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇതും വളരെ ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ക്യാപ്സിക്കം ആക്ച്വലി മസാല ഇഡ്ഡലിക്ക് ഓപ്ഷണലാണ്, പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായത് കാരണം ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി നമുക്ക് തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കാം. മല്ലിയില ചെറുതായി അരിഞ്ഞെടുക്കാം. അടുത്തതായി നമുക്ക് ഈ ഇഡ്ഡലി പീസസ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇഡ്ഡലി പീസസ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണത് വരെ, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ ഞാൻ 3 ബാച്ചസ് ആയിട്ടാണ് ഇത് ഈ ഇഡ്ഡലി മൊത്തം ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പോൾ നമ്മൾ എല്ലാ ഇഡ്ഡലി പീസസും ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കുക. അത് ചൂടാവുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് മസ്റ്റർഡ് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പൊട്ടുമ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി സവോള ചേർക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഈ സവോള ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടുത്തതായിട്ട് മസാല ചേർക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വയ്ക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ട് ഇതിനകത്തേക്ക് ഉടഞ്ഞു ചേരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് തക്കാളി കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം ഇഡ്ഡലി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനത്തെ സ്റ്റെപ്പായിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് നാരങ്ങാനീരും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണുന്നത് വരെ ഗുഡ് ബൈ.